കർത്താവിൽ പ്രിയം വച്ചിരിക്കുന്ന ദൈവമക്കളെ, ഇന്ന് ലോകമെമ്പാടുമുള്ള ജനങ്ങൾ, ക്രൈസ്തവരും അക്രൈസ്തവരുമായിട്ടുള്ള പലരും ക്രിസ്മസിൻ്റെ ആഘോഷത്തിലാണ്. ഈ തരുണത്തിൽ നിങ്ങളോട് ഒന്ന് രണ്ട് കാര്യം പറയുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. പലരും കേക്ക് മുറിച്ചും നക്ഷത്രങ്ങൾ കെട്ടിത്തൂക്കിയും പുതുവസ്ത്രങ്ങൾ അണിഞ്ഞും ബിരിയാണി വാങ്ങിക്കൊടുത്തും ഒക്കെ അവരുടെ സന്തോഷങ്ങളെ അവർ പ്രകടമാക്കുകയാണ്. പക്ഷേ ഞാൻ നിങ്ങളോടായി ചോദിക്കാൻ പോകുന്നത്, നിങ്ങളുടെ ക്രിസ്മസിൽ യേശു ഉണ്ടോ? മറ്റൊന്ന്, നാം അറിഞ്ഞിരിക്കേണ്ടുന്ന രണ്ട് കാര്യം, നാം അവരോട് ഗസ്റ്റായി വരുന്നവരോട് പറയേണ്ടുന്നത്, പ്രത്യേകിച്ച് അവരോട് പറയേണ്ടുന്ന കാര്യം, ഇന്നേക്ക് 2025 വർഷങ്ങൾക്ക് മുൻപ് യഹൂദിയിലെ ബേത്ലഹേമിൽ ക്രിസ്തു എന്ന രക്ഷിതാവ് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു എന്ന ആ ഒരു സത്യം അവരോട് തുറന്ന് പറയണം. അതുപോലെ തന്നെ ലോകത്തോട് വീണ്ടും പറയേണ്ടുന്ന ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, കർത്താവായ ക്രിസ്തു രക്ഷിതാവാണ്. ഈ രണ്ട് കാര്യം അവരെ പറഞ്ഞ് ബോധവാന്മാരാക്കിയതിന് ശേഷം നിങ്ങളുടെ ക്രിസ്മസ് നിങ്ങൾക്ക് സെലിബ്രേറ്റ് ചെയ്യാം. മറിച്ച് ഇതൊന്നും പറയാതെ കുറേ ഫുഡും കുറേ കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് അവരെ തൃപ്തരാക്കി പറഞ്ഞു വിടുന്നുവെങ്കിൽ അത് ക്രിസ്മസ് കൊണ്ട് പൂർണ്ണമാകുന്നില്ല. ഒരു യഥാർത്ഥ ദൈവവൈതനെ സംബന്ധിച്ചിടത്തോളം യേശുവിൻ്റെ ജനനം, മരണം, അടക്കം, ഉയർത്തെഴുന്നേൽപ്പ്, കർത്താവിൻ്റെ സ്വർഗാരോഹണം, കർത്താവിൻ്റെ വരവ്, ഇതാണ് ഒരു യഥാർത്ഥ ദൈവവൈതലിൻ്റെ പ്രത്യാശ. നമ്മളെ സംബന്ധിച്ചിടത്തോളം യേശു കർത്താവ് ഒരു ഉണ്ണി യേശു അല്ല. കർത്താവ് രാജാവായി വരാൻ പോകുന്ന സമയമാണിത്. കർത്താവിൻ്റെ കാഹളത്തിൻ്റെ ശബ്ദം കേൾക്കുന്ന ദിനങ്ങൾ മുൻപിലുണ്ട്. മാത്രമല്ല, നമ്മുടെ അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റിന് ശേഷം 40 ദിവസം തൻ്റെ ശിഷ്യന്മാരോട് ഒരുമിച്ച് പിന്നെയും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് ഈ ഭൂമിയിലുണ്ടായിരുന്നു. 40 ദിവസം കഴിഞ്ഞ് എൻ്റെ ശിഷ്യന്മാരുടെ തലമേൽ കൈവച്ച് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിച്ച് അവരെ ബ്ലെസ് ചെയ്ത് കർത്താവ് കടന്നു പോകുമ്പോൾ കർത്താവ് ഒരു കാര്യം കൂടെ പറഞ്ഞു. എന്താണെന്നറിയാമോ? ഞാൻ പോകുന്നത് പോലെ വീണ്ടും വരും, രാജാവായി വരും. മാത്രമല്ല, പാപം കൂടാതെ വരും, നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്ത് കൊള്ളുവാനായിട്ട്. എൻ്റെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന കുഞ്ഞെ, വർഷം കർത്താവ് ജനിക്കുന്നില്ല, മരിക്കുന്നില്ല. കർത്താവ് ഒരിക്കലായി ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്ത കർത്താവ് വീണ്ടും വരാൻ പോകുന്നു. കർത്താവ് തൻ്റെ വിശുദ്ധന്മാരെ ചേർക്കുവാൻ, സഭയെ ചേർക്കുവാൻ, കർത്താവ് ഇരിക്കുന്നയിടത്ത് നമ്മളെയും ഇരുത്തുവാൻ ഒരു വാസസ്ഥലം കർത്താവ് ഒരുക്കിക്കൊണ്ടിരിക്കുക. ആ രാജ്യത്തിൻ്റെ നിത്യ അവകാശികളായി തീരുവാൻ നമുക്കൊരുങ്ങാം. ഒരു യഥാർത്ഥ ദൈവപൈതൻ്റെ ഹൃദയത്തിൽ യേശു ജനിച്ചാൽ എന്നും ക്രിസ്മസാണ്. അല്ല, ഒരു വർഷത്തിലൊരു പ്രാവശ്യമുള്ളതല്ല ക്രിസ്മസ്, എന്നും ക്രിസ്മസ് തന്നെയാണ്. ആകയാൽ ദൈവമായ കർത്താവ് സകലരെ അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ലോകമെമ്പാടുമുള്ള ജനങ്ങളോട് ലജ്ജ കൂടാതെ എൻ്റെ യേശു ലോക രക്ഷിതാവാണെന്ന് വിളിച്ച് പറ. ദൈവം നിന്നെയും എന്നെയും അനുഗ്രഹിച്ച് മാനിക്കുമാറാകട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.